തുടക്കം മുതലേ ഞാൻ പറയണതാണ്, സംസാരിക്കുന്ന നമ്മൾക്ക് നേരെ കണ്ടംപ്റ്റ് കേസുകൾ എടുക്കുകയോ ഭീഷണികൾ വരികയോ മാത്രം ചെയ്തിട്ട് ഒരു കാര്യമില്ല. നമ്മളെപ്പോലെയുള്ള ആളുകൾ ചൂണ്ടിക്കാണിച്ചതാണ്. കാരണം എനിക്കെതിരെ 5 കേസുണ്ട് മാഡം, ഒരു കണ്ടംപ്റ്റ് അടക്കം 6 കേസ് സംഭവിച്ചിട്ടാണ്. അതെ, അതായത് ഒരു നീതി നിഷേധം സംഭവിക്കുമ്പോഴാണ് നമ്മൾ കോടതിയെ സമീപിക്കുന്നത്. ഫണ്ടമെൻ്റൽ ആയിട്ടുള്ളൊരു റൈറ്റും കൂടിയാണ്. കേവലം ഒരു എന്താ പറയുക, ഒരു അതിക്രമം മാത്രമല്ല അവരുടെ നേരെ നടന്നിട്ടുള്ളത്. അവരുടെ ജീവിക്കാനുള്ള എല്ലാവിധ സാധ്യതകളെയും കൂടി ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ഒരു അതിക്രമമാണ്. ഒരു നടിയാണ്, നമുക്കറിയാവുന്ന കാര്യമാണ് അവരുടെ പൊട്ടൻഷ്യൽ എന്താണ്, അവരെന്താണ് അവരുടെ ജീവിതത്തിന് വേണ്ടത്, അതെല്ലാം തകർത്ത് കളയുന്ന രീതിയിലാണ് ആ ക്രൈം ആസൂത്രണം ചെയ്തത്. കാരണം അതുകൊണ്ടാണല്ലോ ക്രൈം ചെയ്യുന്ന വീഡിയോ എടുക്കൽ പോലും ഇവിടെ ഒരു ക്രൈമാണ്. കാരണം അങ്ങനെയാണ് അത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ആ വീഡിയോ എടുത്ത ആ ഒരു മെമ്മറി കാർഡ് അത് സൂക്ഷിച്ചത്, അത് എത്രത്തോളം ഗൗരവമുള്ളതാണ്. ശരിയാണ്, അതിൻ്റെ മിറർ ഇമേജൊക്കെ നമ്മൾ എടുത്തു, ഇതൊക്കെ ഒരു ഭാഗത്ത് ശരിയാണ്. പക്ഷേ ഇതൊക്കെ നമ്മൾ പറയുന്നത് കേസ് വിജയിക്കും അല്ലെങ്കിൽ വിജയിക്കില്ല, അതിൻ്റെ എവിഡൻഷ്യറി വാല്യൂ ചോർന്ന് പോവില്ലയോ, ശിക്ഷിക്കപ്പെടുമോ പ്രതികൾ ഇല്ലയോ എന്നുള്ള സംഗതിയാണ്. ഇതിൻ്റെ അപ്പുറത്ത് ഈ സിസ്റ്റം, ഈ ജുഡീഷ്യൽ സിസ്റ്റം, ഇത് അതിജീവിത ആയിട്ടുള്ള ഈ കേസിൽ അതിജീവിതയായ നടിക്ക് വേണ്ടി മാത്രമുള്ളതല്ല. ഇത് അവിടെ പോയി കേസ് നടത്തി ജീവിക്കുന്ന എന്നെപ്പോലെയുള്ള അഭിഭാഷകർക്ക് മാത്രമുള്ളതല്ല. ഈ ഇന്ത്യയിലെ, അറ്റ്ലീസ്റ്റ് കേരളത്തിലെ ഓരോ മനുഷ്യനും അവനവൻ്റെ നേരെ നീതി നിഷേധം ഉണ്ടാകുമ്പോൾ ആശ്രയിക്കുന്ന സ്ഥലമാണ്. നമ്മളവിടെ നമ്മളുടെ ഓരോ സംഗതികളും, തൊണ്ടിമുതലുകൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ എല്ലാം അവിടെ നിന്ന് എടുക്കുകയാണ്. ഇപ്പോൾ എൻ്റെ നേരെ ഒരു ഹറാസ്മെൻറ്റ് ഉണ്ടായാൽ എൻ്റെ ഫോണും കൊണ്ട് ചെന്നതിന് അപ്പോൾ തന്നെ പോലീസ് എൻ്റെ ഫോൺ കസ്റ്റഡിയിൽ എടുക്കുകയാണ്. പ്രതിയെ അന്വേഷിക്കില്ല, പ്രതിയുടെ ഫോൺ പ്രതിയെ ഹാജരാക്കില്ല, പ്രതിയെ കിട്ടൂല, ഒന്നുമില്ല. എന്നാൽ നമ്മളുടെ എല്ലാ സംഗതികളും അവരെ മുന്നിൽ വയ്ക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ പ്രൈവസി ഉണ്ടാകും. ഈ കേസിൽ വളരെ ക്ലിയറാണ് പ്രൈവസി ഉള്ളത്. ഇനി മുതൽ എങ്ങനെ നമ്മൾ പോലീസ് സ്റ്റേഷനിലോ നമുക്ക് യാതൊരു വിശ്വാസമില്ലാത്ത അവസ്ഥയിൽ പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ബന്ധവസ്ഥയിൽ എടുത്ത വഴിക്ക് കോടതിയിലേക്ക് എത്തിക്കണം. ഇതേ കേസിൽ തന്നെയാണ് ജസ്റ്റിസ് ഖാൻവിൽക്കറിന്റെ വളരെ വിശദമായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശം അടങ്ങിയിട്ടുള്ള ജഡ്ജ്മെന്റ് വന്നത്. അതൊന്നും വെള്ളത്തിൽ വരച്ചതുപോലെ ഞാൻ വരുന്നത് അതിലേക്കാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സംഗതിയിൽ നിന്ന് ഇത് ചോർച്ചയുണ്ടാകുന്നു, അല്ലെങ്കിൽ ഇതിൽ നിന്ന് പലരും ഇത് കാണുന്നു, അല്ലെങ്കിൽ പല രീതിയിലേക്ക് നമ്മുടെ ലൈഫ് പോകുന്നു പറയുമ്പോൾ ഒരു കോടതി ഇടപെട്ട് കൃത്യമായി പറയുകയാണ്, ഒരു മാർഗനിർദ്ദേശം വേണം. കാരണം ഈ ഡോക്യുമെൻറ്റ്സ് അഥവാ ഇപ്പോഴത്തെ കാലത്തെ പുതിയ ഇലക്ട്രോണിക് ഡിവൈസുകളിൽ നിന്ന് കിട്ടുന്ന ഈ തെളിവുകൾ എങ്ങനെ സൂക്ഷിക്കണം എന്നതിനെക്കുറിച്ച് ലോകം മുഴുവൻ പ്രോട്ടോക്കോളുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെയും ഒരു പ്രോട്ടോക്കോളും കൃത്യമായ നിയമവും വേണം. മാത്രമല്ല നികേഷ് സാർ, എനിക്ക് പറയാനുള്ള സംഗതി, ഈ സംഗതികളെ ടാമ്പർ ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കേണ്ട ശിക്ഷയും കൂടി അതും കൂടി ഒന്ന് മാറ്റിപ്പണിയേണ്ടതുണ്ട്. കാരണം ഇവിടെ നമ്മുടെ IT ആക്ട് വളരെ എന്താ പറയുക, മോശം അവസ്ഥയിലാണ്. 2000 ഉണ്ടാക്കിയിട്ടുള്ള IT ആക്ട്, ഈ IT ആക്ട് ഉണ്ടാക്കിയത് ട്രേഡ് ആൻഡ് കോമേഴ്സിന് വേണ്ടിയിട്ട് മാത്രമാണ്, ഇ കൊമേഴ്സിന് വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് മനുഷ്യരുടെ നേരെ നടക്കുന്ന ഒഫൻസുകളെ അഡ്രസ്സ് ചെയ്യാനല്ല. ഓഫ് കോഴ്സ് അതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രം ഒഫൻസുകളെ അഡ്രസ്സ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് നല്ലൊരു IT ആക്ട് ഇല്ല. നമ്മുടെ നേരെ നടത്തുന്ന ഈ ഇൻ്റർനെറ്റ് വഴിയുള്ള അല്ലെങ്കിൽ ഇത്തരം ഡിവൈസുകൾ വഴിയുള്ള ഉപദ്രവങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു IT ആക്ട് ഇല്ല. ഇനിയിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൂടി വന്നായിരിക്കും നമ്മൾ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും. ഇതിനൊന്നും അഡ്രസ്സ് ചെയ്യുന്ന തരത്തിലുള്ള നിയമം പോലും ഇല്ല. ഈ സ്ഥലങ്ങളിലൊക്കെ ലാക്കുണയുണ്ട്, വൈക്കമുണ്ട്, എല്ലാം ഉണ്ട്. എന്നിട്ടും നിലവിലെ സിസ്റ്റം വെച്ച് നമുക്ക് കൃത്യമായി തന്നെ പ്രതിയെ പിടിക്കാൻ കഴിയുന്ന ഒരു വലിയ എഫേർട്ട് നമ്മൾ എടുക്കുകയും അതിനുവേണ്ടി ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സും ഫോറൻസിക് ലാബുകളൊക്കെ നമ്മുടെ കൂടെ നിന്നു, വിദഗ്ധരും മറ്റാൾക്കാരും. അങ്ങനെ ഇരിക്കുന്ന ഈ സംഗതി പൊതുജനങ്ങളും മറ്റ് എക്സ്പേർട്സ് എല്ലാവരും നീതിയിലേക്ക് ഈ കുട്ടിയെ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് എന്താണ് ഈ ജുഡീഷ്യറി ചെയ്തത്? ചങ്ങലയ്ക്ക് നമുക്ക് ഭ്രാന്ത് പിടിച്ചാൽ ചങ്ങലയ്ക്ക് ഇടാം, ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ. ഇവരെ എന്ത് ചെയ്യും? നമ്മളെ സംരക്ഷിക്കേണ്ടുന്ന ഈ ജഡ്ജസ്, അല്ലെങ്കിൽ ഇനി ജഡ്ജല്ല അത്രേ, ജഡ്ജിൻ്റെ നിന്ന് മൊഴിയെടുത്തില്ല, ജസ്റ്റിസുമാരുടെ നിന്ന് മൊഴിയെടുക്കാൻ പറ്റില്ലല്ലോ, പെട്ടെന്നൊന്നും മൊഴിയെടുത്തിട്ടില്ല. വൈക്കേരിയസ് ലൈബിലിറ്റി എന്ന് പറഞ്ഞ സംഗതിയുണ്ട്. എൻ്റെ വീട്ടിൽ എൻ്റെ അതോറിറ്റിയിൽ ഇരിക്കുന്ന സാധനങ്ങൾ, അവിടെ ജോലി ചെയ്യുന്ന ആളുകൾ, അവിടുത്തെ ആളുകളെ ഞാനിവിടെ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ ഞാനവിടെ ഏൽപ്പിച്ചു, പ്യൂണാണ് കൊണ്ടുപോയി പൂട്ടിയത്, എന്നിട്ട് താക്കോൽ അവിടെ കൊണ്ട് മേശയിൽ വെക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെയും താക്കോൽ എടുത്തുകൊണ്ടുപോയി പ്യൂണ് അത് തുറന്നു നോക്കിയെന്ന് പറഞ്ഞിട്ട് എനിക്കറിയില്ല പ്യൂണാണെന്ന് പറഞ്ഞിരിക്കാൻ പറ്റുമോ? എനിക്കും ഉത്തരവാദിത്തമുണ്ട് അവിടെ. ഇത്രയും സമയമായി ഓണറബിൾ ജസ്റ്റിസിൻ്റെ മറുപടി വന്നിട്ടില്ല. വേണ്ടേ? ഹൈക്കോർട്ടിൻ്റെ ഭാഗത്തുനിന്നൊരു ഇടപെടൽ വേണ്ടേ? വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇല്ലേ ഇവിടെ, ഹൈക്കോർട്ട് വിജിലൻസ്, ഇവർക്കൊന്നും നമ്മളുടെ
മുന്നിൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മൾക്ക് നീതി നിഷേധങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യും, അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവനക്കാർ ചെയ്യും, ഞങ്ങളുടെ കോടതിയിൽ ഇതൊക്കെ സംഭവിക്കും. ഇപ്പോൾ നേരത്തെ റിട്ടയർഡ് ജസ്റ്റിസ് സംസാരിച്ച് പോയി, അദ്ദേഹത്തിൻ്റെ കോടതിയിൽ കണ്ടിട്ടേ ഇല്ലയെന്ന്. നമുക്കറിയാം കൊല്ലാൻ ഉപയോഗിച്ച കത്തി മാറ്റിയ കഥയും പല പല സാധനങ്ങൾ മണ്ണെണ്ണയൊക്കെ മാറ്റണതും മറ്റതൊക്കെ നമ്മൾ കുറേ കണ്ടിട്ടൊക്കെ ഉണ്ട്. ലോവർ കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകർ ഇഷ്ടംപോലെ ഇങ്ങനത്തെ സാധനങ്ങൾ മാറ്റുന്നത് കണ്ടിട്ടുണ്ട്. സിനിമയിൽ മാത്രമൊന്നുമല്ല, സിനിമയിൽ നടക്കുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ നിന്ന് എടുക്കുന്നതാണല്ലോ. ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരുടെയും കറപ്ഷൻ ഉണ്ട്. പക്ഷേ ഈ കറപ്ഷൻ്റെ ലെവലിൽ മനുഷ്യൻ എത്രത്തോളം കറപ്റ്റഡ് ആവാം. ഒരാളെ പിന്നെ കോടതിയുടെ ഉള്ളിൽ വെച്ചിട്ട് പിന്നെയും കൊല്ലുക, കോടതിയിൽ തന്നെ അവിടെ നിന്ന് കൊല്ലുക. ഈ സ്ത്രീയുടെ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇവരുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ, ഞങ്ങളെപ്പോലുള്ള ആളുകളുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. നമ്മൾ എന്ത് നീതി വാങ്ങിച്ചു തരാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടാണ് ഇനി ആളുകളെ കോടതിയിലേക്ക് ക്ഷണിക്കേണ്ടത്? നിങ്ങൾ വരൂ, നിങ്ങൾക്ക് നീതി വാങ്ങിച്ചു തരാൻ പറ്റും, ഇവിടെ ഇന്ത്യൻ നിയമങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആണ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എല്ലാവരും കാണിക്കണം. ഇത്രയും വലിയ ഫേമസ് ആയിട്ടുള്ള പ്രബലമായിട്ടുള്ള ഒരു നടി, ഇത്രയധികം സിനിമകൾ ചെയ്ത ഒരു നടിക്ക് ഇതാണ് സംഭവിച്ചെങ്കിൽ ഞങ്ങളെപ്പോലെയുള്ള പാവം മനുഷ്യർ എന്ത് പറയാനാണ് മാഡം? എന്ത് നീതിയെ നിങ്ങൾക്ക് വാങ്ങിത്തരാൻ പറ്റുക? നിങ്ങൾ അവർക്കൊക്കെ വേണ്ടി സംസാരിക്കുന്ന ആളല്ലേ, നിങ്ങൾക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റി? ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ല. നമ്മൾ നിസ്സഹായമായിട്ട് നിൽക്കുന്ന അവസ്ഥയാണ്. വളരെയധികം വേദന മാത്രമല്ല, അമർഷവും പ്രതിഷേധവും ഒക്കെ ഉണ്ട്. ഈ Debate with MV Nikesh Kumar.